ഹേ ഗായ്സ്, നമസ്തേ. സോ ഇന്ന് എൻ്റെ മധുരം വെപ്പ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് വെഡ്ഡിങ്ങിൻ്റെ മുന്നേ ഒരു ക്രിസ്ത്യൻ വൈബ് ഫംഗ്ഷനാണ് ഞങ്ങളുടെ പെൺവീട് സൈഡിൽ നിന്ന് മധുരം വെപ്പ്. സോ ഞാനിപ്പോൾ ഇവിടെ വീടിന് തൊട്ടടുത്ത് വിൻസർ രാജധാനി ഹോട്ടലിലാണ് മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. വീട്ടിൽ ഫുൾ റിലേറ്റീവ്സ് എല്ലാവരും ആയതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ടും ഞാനിവിടെ ഒരു റൂം എടുത്തു. സോ എന്നെ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് അമ്മു ആണ്. അപ്പോൾ അമ്മു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് മധുരം വെപ്പ് ഫംഗ്ഷൻ നടക്കുന്നത്, ഫ്ലാറ്റിൻ്റെ മുകളിൽ. അവിടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയും അമ്മൂമ്മയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫുള്ളി നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട് മൂവാറ്റുപുഴയാണ്. അപ്പം ഫുൾ നാടൻ സ്റ്റൈൽ കപ്പയും ബീഫും അപ്പം ചിക്കൻ സ്റ്റൂ അങ്ങനെ കുറച്ച് ഡിഷസ് ഉണ്ട്, പഴം പാനി. സോ അവരെല്ലാവരും അതിൻ്റെ മേക്കിങ്ങിലാണ്. അപ്പം ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്ത് അവരെ ഓരോരോ റൂംസിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. സോ ഫുള്ളി വെഡ്ഡിങ് വൈബ്സ് ഓണായി. അപ്പോൾ ഇനി ഞാൻ അമ്മ വന്നിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുന്നേ ഞാൻ എൻ്റെ മധുരം വെപ്പ് ഫംഗ്ഷന് വേണ്ടി ഇടാൻ പോകുന്ന ഗൗൺ ഇസ് ഫ്രം ഇംഗ്ലീഷ് ബ്രൈഡൽ. എറണാകുളത്ത് പനമ്പള്ളി നഗറിലാണ്. സോ ഞാൻ ഇംഗ്ലീഷ് ബ്രൈഡലിൽ വന്നു. ആദ്യമായിട്ടാണ് ഇവരെ മീറ്റ് ചെയ്യുന്നത്. വന്നപ്പോൾ തന്നെ അവിടെ ഒത്തിരി ഗൗൺസ്, ഓൾറെഡി സ്റ്റിച്ച്ഡ് ഗൗൺസ് ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് റേറ്റ്സ് ഭയങ്കര അഫോർഡബിളാണ്. നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര റേറ്റ് ആണെന്ന്, പക്ഷെ അല്ല, നമ്മുടെ ബഡ്ജറ്റിന് ഒത്തുവരുന്ന ഒത്തിരി ഗൗൺസ് ഉണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഈ ഗൗണാണ് ഇട്ട് നോക്കിയത്. ഇത് അത്യാവശ്യം കൊള്ളായിരുന്നു, ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബട്ട് ഒരെണ്ണം കൂടെ ട്രൈ ചെയ്ത് നോക്കി. അതാണ് ഇതിട്ടപ്പോൾ എനിക്ക് നേരത്തെ ഇട്ടതിനെക്കാട്ടി ഇച്ചിരിയും കൂടെ എൻ്റെ ബോഡിക്ക് ആപ്റ്റായിട്ട് തോന്നി. സോ ഫൈനലൈസ് ചെയ്തതും ഈ ഗൗൺ തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഡാൻസും കൂടെ കളിക്കാനുള്ളതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഈസി ടു ക്യാരി ആയിരുന്നു. മറ്റേ ഗൗൺ ഇത്തിരിയും കൂടെ ഫ്ലെയർ ഉള്ളതുകൊണ്ട് കുറച്ച് ഡാൻസ് ചെയ്യാൻ പാടായിരുന്നു. സോ നമ്മളിതന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഫാമിലിയായിട്ട് ചുമ്മാ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ എൻ്റെ മധുരം വെപ്പിൻ്റെ ഡ്രസ്സും ഫിക്സ് ചെയ്തു ഫ്രം ഇംഗ്ലീഷ് ബ്രൈഡൽ. സോ ഇനി അത് ഞാൻ ലൈക്ക് എടുക്കാൻ വേണ്ടി ഒരു വട്ടം കൂടെ വരും കൊണ്ടുപോകാൻ വീട്ടിലേക്ക്. അപ്പോൾ അതിട്ട് വൃത്തിക്ക് കാണിച്ചു തരാം. സോ അടുത്തതായിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ മെയിൻ സംഭവമായിരുന്നു ഡെക്കോർ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഫംഗ്ഷൻ നടത്താൻ പ്ലാൻ ചെയ്തത്. അപ്പം ഈ ഒരു സ്പേസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസിനെ കംപ്ലീറ്റ്ലി ഡെക്കോർ ചെയ്ത് ഫുൾ മാറ്റി മറിക്കണം. സോ അത് ഞങ്ങൾ ഏൽപ്പിച്ചത് ഹ്യൂ ഹെവൻ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഡെക്കോർ ടീമാണ്. അപ്പോൾ ചേച്ചി ആക്ച്വലി സ്ഥലം വന്ന് കണ്ടു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് സ്പേസ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വാസ് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഇത് ചേച്ചിയുടെ വാവയും മോളുമാണ്. സോ ഫുൾ ഫാമിലി ആയിട്ടായിരുന്നു ചേച്ചി വന്നത്. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ മധുരം വെപ്പ് ഫംഗ്ഷൻ വന്നു. സോ ബ്രൈഡ് ടു ബി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആയിരുന്നു ഇത്. അപ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അമ്മു. അപ്പോൾ അമ്മു എന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. സോ ദാറ്റ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. എന്ത് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മളൊരു ഫ്രണ്ടാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. സോ അമ്മു ആക്ച്വലി ബ്രൈഡൽ മേക്കപ്പും ഫോട്ടോഷൂട്ട്സ് എല്ലാം ചെയ്യുന്നതാണ്. ഗ്ലാമർ ഹോളിക് സ്റ്റോറീസ് എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പേജ്. സോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ DM ഹർ. സോ ഫസ്റ്റ് എനിക്കൊരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് തന്നു. അതിട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം, ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. ഫുഡില്ലാതെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഐ മേക്കപ്പും സമ്മതിച്ചില്ല, ഒന്നിനും സമ്മതിച്ചില്ല. വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാണ്. വിശന്നിട്ടല്ലേ? സാധാരണ ആർക്കും വിശപ്പ് വരാറില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ടെൻഷൻ അടിച്ച് കഴിക്കില്ലെന്ന് പറയുന്നത്. അങ്ങനെ മേക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയർ ചെയ്യാൻ പോവാണ്. ഹെയറിന് എനിക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്ത് വന്നപ്പോൾ എക്സാക്ട്ലി അതേപോലെ തന്നെ അമ്മ എനിക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാലറിയാം, കുറച്ച് ടെൻഷനുണ്ട്. എന്താണെന്നറിയില്ല, ഇങ്ങനെ പരിപാടി എടുക്കാറാവുമ്പോഴാണ് എനിക്ക് ടെൻഷൻ കൂടുന്നത്. സോ ചെറിയ ടെൻഷൻ വന്നു തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഭയങ്കര ഭംഗിയായി. കറക്റ്റ് സമയത്ത് കറണ്ട് പോയി ഗൈസ്. ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. ഇനി ഞാൻ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്.
ആ ഒരു ചെറിയ സ്പേസിൽ ഇവർ ചെയ്തിരിക്കുന്ന ഡെക്കോറ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു സോ മച്ച് ഹ്യൂ ഹേവൻ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളും ആയിരുന്നു. ഇവർ ത്രൂ ഔട്ട് ദ ഫങ്ഷൻ കൂടെ ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അമ്മ അങ്ങനെ വെളുപ്പിന് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി ഇതേ എല്ലാ കണ്ടെയ്നേഴ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ റെഡിയായി. അങ്ങനെ എൻ്റെ ടെൻഷനൊക്കെ മാറ്റാൻ ചുറ്റിനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, നന്ദുവിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് സമയം പോയി. അപ്പോഴത്തേക്കും ഗോകുൽ SR എൻ്ററായി. വരരുത്. അങ്ങനെ എന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ മാമി ഇതേ കുട ചൂടി സെറ്റായിട്ട് നിൽപ്പുണ്ട്. മാമി, മാമൻ, അമ്മമ്മ, ദേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അഞ്ജു അന്നേന എൻ്റെ നെറ്റ് പിടിക്കാനായിട്ട് റെഡി. അമ്മ എന്നെ കണ്ടതേ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. അടയ്ക്കണ്ട. അതെ, ചങ്ങട്ട് അകത്തോട്ട് കയറ്, അകത്തോട്ട് കയറ്. ഇനി ക്ലോസ് ആവും. അടഞ്ഞു. ബാക്കിലോട്ട് വന്നാൽ മതി. അതാ പത്തിലുണ്ട്. 10 മോൻ ഇറങ്ങാൻ ഇറക്കൂലടാ. വരുന്നില്ലേ മോളോട്ട്? അച്ഛൻ റെഡി അവിടെ ഉള്ളു. ആയിട്ടോ എനിക്ക് കിട്ടിയ ചിക്കൻ ചെത്തോ. ഏറ്റവും പ്രിയമുള്ള അവരുടെ മൂത്ത മകൻ വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ എന്റെ ജീവിതം എന്നും ആനന്ദം ഇതൊക്കെ ചേർന്ന് പോകുന്ന എല്ലാ നിമിഷങ്ങളും ചടങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ അമ്മ അത് മുഴുവനുണ്ട്. നിങ്ങൾ എങ്ങനെ ചോദിക്കും, ഞാൻ കേട്ടില്ല നടിക്കാം. എന്തായാലും 3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ 3-ാം പ്രാവശ്യം വേണമെങ്കിൽ അനുവാദം കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അങ്ങനെ ക്ഷണിക്കും. നമ്മുടെ നേരക്കുട്ടിക്ക് മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ. അങ്ങനെ ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് എൻ്റെ അമ്മേ
ഫുൾ എനിക്കൊന്ന് കുറേ രാത്രി 12 മണി എന്തോ ആയി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ മധുരം വെപ്പ് ഫംഗ്ഷൻ സ്റ്റാർട്ടാക്കി.